الحمد لله الواحد القهار الصمد الغفار العزيز الرحمن الرحيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وأن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. صدق الله. أيها الناس أوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എൻ്റെ സ്വന്തത്തോട് ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുസ്ലിമായി, മുഅ്മിനായി, മുത്തഖിയായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 2024 നിന്നും 2025 പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ചില ചിന്തകൾ നല്ലതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പുതുവർഷത്തിലേക്കുള്ള പ്രവേശനം ഒരു ആഘോഷമോ ഒരു ആചാരമോ അല്ല. അതിനു മാത്രം പ്രത്യേകതയൊന്നും 2024 നിന്ന് 2025 പ്രവേശിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. 2024 എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? 2024 കൊല്ലമായി എന്നാണ്. 2024 കൊല്ലം പൂർത്തിയായി 2025 വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. എന്തിൻ്റെ? ലോകത്തിൻ്റെ വയസ്സാണോ 2025? അല്ല. അതൊരു കലണ്ടറിൽ കാലഗണനയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി അടയാളപ്പെടുത്തിയ ഒരു സംഭവത്തെ ആധാരമാക്കിയുള്ള 2025 വർഷമാകുന്നു. അഥവാ AD എന്ന് പറഞ്ഞാൽ അനോ ഡൊമിനി. അതൊരു ലാറ്റിൻ പദമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം ഇൻ ദി ഇയർ ഓഫ് ദി ലോർഡ് എന്നാണ്. ദൈവത്തിൻ്റെ വർഷം എന്നുള്ളതാണ്. ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തു ജനിച്ച ദിവസം എന്നുള്ളതാണ്. AD 1 എന്നാൽ അത് യേശു ക്രിസ്തു ജനിച്ച വർഷം എന്നുള്ളതാണ്. അതിനെ ക്രൈസ്തവ ആധിപത്യത്തിന് കീഴിലുള്ള ലോകം
ഇൻ ദി ഇയർ ഓഫ് ദി ലോർഡ്, ദൈവത്തിൻ്റെ വർഷം എന്ന് വിശേഷിപ്പിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദരണീയനാണ്, പ്രവാചകനാണ്. പക്ഷേ ദൈവമല്ല, ദൈവപുത്രനുമല്ല. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർക്കിടയിൽ വന്ന ഒരേ ഒരു പ്രവാചകൻ, അതിനുശേഷവും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാഗതനാവുകയുണ്ടായി. അത് ക്രിസ്താബ്ദം 571 പക്ഷേ ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി 1582 പോപ്പ് ഗ്രിഗറി 13 മാർപ്പാപ്പ ഒരു കലണ്ടർ രൂപകൽപ്പന ചെയ്തു. അതിനു മുമ്പുണ്ടായിരുന്ന ജൂലിയൻ കലണ്ടർ അതിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപമായി രൂപകൽപ്പന നൽകപ്പെട്ട കലണ്ടറാണ് ഗ്രിഗോറിയൻ കലണ്ടർ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് മാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കലണ്ടറായിട്ടുള്ള അതിൻ്റെ പേര് ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ്. പറയാൻ തന്നെ കുറച്ച് പ്രയാസം ഉണ്ടാവും. ആ പേര് വീഴാൻ കാരണം അന്നത്തെ മാർപ്പാപ്പയായിരുന്ന പോപ്പ് ഗ്രിഗറി 13 പ്രഖ്യാപിച്ച രൂപകൽപ്പന നൽകിയ ഒരു കലണ്ടർ ആയതുകൊണ്ടാണ്. ഈ കലണ്ടർ രൂപം വന്നിട്ട് ഏകദേശം 440 ചില്ലാനം വർഷമേ ആയിട്ടുള്ളൂ. വേറെയും കലണ്ടർ ലോകത്തുണ്ട്, അതിൻ്റെ മുമ്പുണ്ട്. ഏകദേശം 7-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടു വന്ന ഹിജറ കലണ്ടറുണ്ട്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ, ക്രിസ്താബ്ദം 650 കാലഘട്ടത്തിൽ. ഇതിനേക്കാളും പഴക്കമുണ്ട്. നമ്മുടെ കേരളത്തിലെ മലയാളം കലണ്ടറുണ്ട്, കൊല്ലവർഷ കലണ്ടർ. ആ കലണ്ടർ ഏകദേശം 880 അഥവാ 9-ാം നൂറ്റാണ്ടിലാണ് അത് കേരളത്തിൽ പ്രസിദ്ധമായത്. അത് ചിങ്ങമാസം കൊണ്ട് തുടങ്ങുന്നു. ഇസ്ലാമിക് കലണ്ടർ മുഹറം മാസം കൊണ്ട് തുടങ്ങുന്നു. ഇംഗ്ലീഷ് കലണ്ടർ ജനുവരി കൊണ്ട് തുടങ്ങുന്നു. ഏതായാലും ഒരു കാലഗണനയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു കലണ്ടർ, ആ കലണ്ടറിൻ്റെ ഒരു വർഷം പൂർത്തിയാക്കുന്നു എന്നതല്ലാതെ ഒരു പ്രത്യേകതയും ജനുവരി 1-നില്ല. അത് ആഘോഷിക്കുവാനും ആടിത്തിമർക്കുവാനും ധൂർത്തടിക്കുവാനും ഉള്ള ഒരു ആഘോഷവേളയും അല്ല. പിന്നെ വേണമെങ്കിൽ നാം ജനങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുകൊണ്ട് കാലഗണന നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു കലണ്ടർ എന്ന നിലയിൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ, അതും ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു പോയിട്ടില്ല. മറ്റുള്ള കലണ്ടറുകൾ അനുസരിച്ചുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞു പോയിട്ടില്ല. ഇതൊക്കെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഏതായാലും ലോകവ്യാപകമായി അംഗീകരിക്കപ്പെടുന്ന ഉപയോഗിക്കപ്പെടുന്ന ഒരു കലണ്ടർ എന്ന നിലക്ക് നമുക്ക് കഴിഞ്ഞ കാല ചിന്തകളെ വേണമെങ്കിൽ തൊട്ടുണർത്തുന്നതിന് അത് ഉപയോഗിക്കാം. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ കാല ലോകക്രമങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. സാമ്രാജ്യത്വത്തിന് കീഴിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ ദീനരോധനത്തിൻ്റെ നിലവിളികൾ തളം കെട്ടി നിൽക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചു പോയത്. ഇന്ത്യ രാജ്യത്താണെങ്കിൽ ഫാഷിസത്തിൻ്റെ നിഷ്ഠൂരമായ നീതി നിഷേധത്തിൻ്റെ തടവറകളിൽ ജീവിതം ഹോമിക്കപ്പെട്ട ഒരുപാട് ആളുകളെ നമ്മൾ ചുറ്റുഭാഗത്തും കാണുന്നു. കൊല്ലപ്പെട്ടവർ, വംശഹത്യക്കിരയായവർ, ഇന്നും നീതിക്ക് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിൽ നീതി നിഷേധിക്കപ്പെട്ട് തടവറയിൽ തളക്കപ്പെട്ടിട്ടുള്ള പല മതവിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ജനവിഭാഗങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ മതമേഖലകളിലുള്ള പ്രഗത്ഭരായ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഇസ്സത്തുള്ള മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ ഈ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ദൗത്യമുണ്ട് സഹോദരി സഹോദരന്മാരെ. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളുമായിട്ടുള്ള സഹോദരി സഹോദരന്മാർ ഈ കെട്ടകാലത്ത് ഈ താഗൂത്തിയൻ ലോകക്രമത്തിനെതിരെ, ഈ പൈശാചികമായ വാഴ്ചക്കും ഈ പൈശാചികമായ സയനിസ്റ്റ് സാമ്രാജ്യത്വ ഫാസിസ്റ്റ് വീഴ്ചക്കുമെതിരെ ശക്തമായി ഒറ്റക്കെട്ടായി ഒരുമിച്ചു നിന്ന് ഒരേ ബന്ധുക്കളെ പോലെ
സംശുദ്ധമായ ദീനി സംസ്ഥാപനമെന്ന, അതല്ലെങ്കിൽ ദീനിന്റെ ശാക്തീകരണമെന്ന, അല്ലെങ്കിൽ നീതിയുടെ പുനഃസ്ഥാപനമെന്ന, ഏതർത്ഥത്തിൽ വിളിച്ചാലും ഒന്നു തന്നെയാണ്. അതിനുവേണ്ടി നാം ഒറ്റക്കെട്ടായി ഒരുമയോടെ ബുദ്ധിയും ശക്തിയും സ്വരൂപിച്ച് ആസൂത്രണം ചെയ്ത കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നേറേണ്ടതുണ്ട്. അങ്ങനെയാണ് സത്യവിശ്വാസികളും വിശ്വാസിനികളും, പ്രത്യേകിച്ച് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സഹോദരിമാർ. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടുകൾ ഏത് വിഭാഗത്തിലെന്ന് ചോദിച്ചാൽ സ്ത്രീകളുടേതാണ്. ലോകത്തെ ആൺ പെൺ അനുപാതം എടുത്ത് പരിശോധിച്ചാൽ അവിടെയും സ്ത്രീകളാണ് മുന്നിലുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പഠന പാഠ്യേതര മേഖലകളിൽ ഉയർന്നു നിൽക്കുന്നതും പെൺകുട്ടികളാണ്. റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് അവരാണ്. ചിലപ്പോഴൊക്കെ ശ്രദ്ധേയമായ സമരങ്ങളിൽ സാന്നിധ്യം അടയാളപ്പെടുത്തുന്നതും സഹോദരിമാർ തന്നെയാണ്, പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ, കലാലയങ്ങളിൽ. അതുകൊണ്ട് തന്നെ വലിയൊരു ദൗത്യം നിർവഹിക്കേണ്ടവരാണ് മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളും പുരുഷന്മാരും. അവരെ ഒരുമിച്ച് ചേർത്ത് കണ്ടാണ് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ സൽഗുണങ്ങളുള്ള ബന്ധുമിത്രാദികളായിട്ടുള്ള ഒരേ മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന നൂലിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ഒരുമയോടുകൂടി, ഇഴയടുപ്പത്തോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ദൗത്യം നിർവഹിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ. അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ 35-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, തീർച്ചയായിട്ടും അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായ ആണുങ്ങളും പെണ്ണുങ്ങളും, വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, ഭക്തരായ സ്ത്രീകളും പുരുഷന്മാരും, വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധന്മാരായ സ്ത്രീകളും പുരുഷന്മാരും, വസ്വാബിരീന വസ്വാബിറാത്ത്, ക്ഷമാശീലരായ ആണുങ്ങളും പെണ്ണുങ്ങളും, വൽ ഖാശിഈന വൽ ഖാശിആത്ത്, വിനയമുള്ളവരായ പുരുഷന്മാരും സ്ത്രീകളും, വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, ദാനധർമ്മം ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, വസ്വാഇമീന വസ്വാഇമാത്ത്, വ്രതമനുഷ്ഠിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, വൽ ഹാഫിളൂന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്ന, ലൈംഗിക വിശുദ്ധി പുലർത്തുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, ധാരാളമായി പടച്ച തമ്പുരാനെ സ്മരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പ്രതിഫലം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്ത് ഒരുക്കി വെച്ചിരിക്കുകയാണ്, തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും നന്മ ചെയ്യുന്ന നല്ല സൽസ്വഭാവികളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഒരു ദൗത്യം നിർവഹിക്കാനുള്ളത്. ഉമ്മത്തിന് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു വാഹനത്തിന്റെ ടയർ പോലെ ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് അവർ മുന്നോട്ട് പോകണം. ഈ ലോകക്രമമാകുന്ന വാഹനത്തെ മുന്നോട്ട് നയിക്കാൻ അവിടെ പരിശുദ്ധ ഇലാഹിയായ ചിന്തയിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു ലോകക്രമം രൂപപ്പെടുത്തിയെടുക്കാൻ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രയത്നിക്കേണ്ടത് സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. അതിവിടെ എണ്ണി പറഞ്ഞ 10 സൽഗുണങ്ങളുള്ളവർ, ആ 10 സൽഗുണങ്ങളുള്ളവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സൗഭാഗ്യം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, സൂറത്ത് തൗബയിൽ 71-ാമത്തെ ആയത്തിൽ നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് പറയുന്നത്, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും, ബഅ്ദുഹും ഔലിയാഉ ബഅദ്, അടിവരയിട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മനസ്സിലാക്കണം, ബഅ്ദുഹും ഔലിയാഉ ബഅദ്, അവർ പരസ്പരം ബന്ധുക്കളാണ്, അവർ പരസ്പരം മിത്രങ്ങളാണ്, അവർ പരസ്പരം യോജിച്ച് മുന്നേറേണ്ടവരാണ്. എന്താണ് അവരുടെ ദൗത്യം? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കേണ്ടവരാണ്, അവർ തിന്മ നിരോധിക്കേണ്ടവരാണ്. എന്താണ് നന്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ഇലാഹി ചിന്തയിൽ ഊന്നിയിട്ടുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സംസ്ഥാപനം തന്നെയാണ്. അരാജകത്വങ്ങളെ, അധർമ്മങ്ങളെ, അനീതികളെ തുടച്ചു നീക്കിക്കൊണ്ട്
നീതിയുടെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ ഭൗതിക ലോകത്ത് സ്ഥാപിച്ചെടുത്തുകൊണ്ട് പരലോകത്ത് മോക്ഷം കിട്ടുന്ന ഒരു ജനവിഭാഗത്തിന്റെ സൃഷ്ടിപ്പാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഅറൂഫിൽ പ്രധാനം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പരസ്പരം കൽപ്പിച്ചുകൊണ്ട് മഅറൂഫിന്റെ നന്മയുടെ പ്രയോക്താക്കളും പ്രണേതാക്കളുമാകേണ്ടവരാണ് സത്യവിശ്വാസികൾ എന്ന്. അതുപോലെ മുൻകറുകളെ തടയേണ്ടവരാണ് അവർ ശിർക്കിയൻ ചിന്താഗതികളെയും താഗൂത്തിയൻ വ്യവസ്ഥകളെയും അതിനെതിരെയും നിലകൊള്ളേണ്ടവരാണ്. അതിനെതിരെ മനസ്സ വാച കർമ്മണ അവർ പ്രവർത്തിക്കേണ്ടവരാണ്. അവിടെ ഒത്തൊരുമയോടെ ദീനിന്റെ മാർഗത്തിൽ പരിശ്രമിക്കേണ്ടവരാണ്. അഥവാ ദീനിന്റെ മാർഗത്തിൽ പരിശ്രമിക്കേണ്ടവർ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെയാണ്, ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. വയുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത, അവർ നമസ്കാരം നിലനിർത്തുന്നവരും സകാത്ത് നൽകുന്നവരുമാണ്. വയുതീഊന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും അവരനുസരിക്കുന്നവരാണ്. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റഹ്മത്ത് ചെയ്യുന്നതാണ്. ഇന്നല്ലാഹ അസീസുൻ ഹകീം. അപ്പോൾ അല്ലാഹുവിന്റെ കരുണയും അവന്റെ വിശാലമായ കരുണ ലഭിക്കണമെങ്കിൽ ഈ ദൗത്യം നമ്മൾ നിർവഹിക്കുന്നവരായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ദൗത്യം അങ്ങനെയാണ് ലോകത്തെ വിജയം കണ്ടിട്ടുള്ളത്. അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടം മുതൽ തന്നെ അങ്ങനെയാണ്. അവിടെ പ്രവാചകന്റെ പെൺകരുത്തായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നല്ലോ. വഹീന്റെയും റിസാലത്തിന്റെയും പെൺകരുത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നമുക്കറിയാം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിൽ റിസാലത്തിന്റെ ദൗത്യം ഏൽപ്പിക്കപ്പെടുകയുണ്ടായി. അത് വല്ലാത്തൊരു ഭാരമാണ്. അത് ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് ജബലന്നൂറിലെ പർവ്വത ശിഖരത്തിൽ വെച്ചുകൊണ്ട് ഏകാന്തനായി ധ്യാന നിമഗ്നനായി കഴിയുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അർദ്ധരാത്രിക്ക് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ദൗത്യവുമായിട്ട് ഇറങ്ങി വന്നുകൊണ്ട് വഹീന്റെ സന്ദേശം നൽകിക്കൊണ്ട് റിസാലത്തിന്റെ ദൗത്യം ഏൽപ്പിക്കുകയാണ്. ആ ഭാരം കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു വിറച്ചുകൊണ്ടാണ് ജബലന്നൂറിന്റെ മലയിറങ്ങി വന്നത്. നേരെ കടന്നു വന്നതോ തന്റെ പ്രിയതമയുടെ അടുക്കലേക്കാണ്, ഖദീജ ബീവി ബിന്ത് ഖുവൈലിദ്. അതെ, അവിടെ എത്തി ഖദീജ ബീവിയോടാണ് പറയുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, വിറയാർന്ന ശരീരം, പനി ബാധിച്ചു പോയി ദൗത്യത്തിന്റെ ഭാരം കാരണം. സമ്മിലൂനി ഖദീജ, എന്നെ പുതപ്പിട്ടു മൂടു ഖദീജ, ഞാൻ വല്ലാതെ പേടിച്ചിരിക്കുന്നു ഖദീജ, സംഭവിച്ചത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ സംഭവം വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ തിരുദൂതരെ ആശ്വസിപ്പിച്ചുകൊണ്ട്, റിസാലത്തിന്റെ ആദ്യത്തെ പിന്തുണ ഖദീജയിൽ നിന്നാണ് ലഭിച്ചത്. ലോകക്രമത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി, ഇലാഹിയായ ചിന്ത രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുട്ടിന്റെ ഗർഭത്തിലേക്ക് വെളിച്ചത്തിന്റെ പ്രകാശധാരയുമായിട്ട് കടന്നു വന്നത്. ആ കടന്നു വരുമ്പോൾ ആ കൈ പിടിച്ചുകൊണ്ട് ആനയിക്കാൻ, ആ കൈക്ക് കരുത്തു നൽകാൻ, അവിടെ ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ ഒരു പെൺ കരുത്തുണ്ടായിരുന്നു. അതാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. പ്രിയമുള്ളവരെ, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. അല്ല, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. അബ്ശിർ, ഇപ്പോൾ സന്തുഷ്ടനായിട്ടിരിക്കണം, സമാധാനത്തോടിരിക്കണം. ഫവല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ, അല്ലാഹുവാണ് പടച്ചവൻ താങ്കളെ ഒരിക്കലും നിന്ദനാക്കുകയില്ല, താങ്കളെ കൈവടിയുകയില്ല, താങ്കളെ നിരാശനാക്കുകയില്ല. കാരണം താങ്കൾ ആരാണ്? താങ്കൾ ഉന്നതനാണ്. ഇന്നക ലതസിലു റഹിം, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്, താങ്കൾ പാവപ്പെട്ടവനെ സഹായിക്കുന്നവനാണ്, താങ്കൾ ജനങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്, താങ്കൾ നീതി നിഷേധിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ നിരാശനാക്കുകയില്ല, കഷ്ടപ്പെടുത്തുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല. വരൂ, നമുക്ക് പോകാം പണ്ഡിതനായ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക്. വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കൽ കൊണ്ടുപോയി ഈ വന്നത് ജിബ്രീൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി, ഇത് റിസാലത്തിന്റെ ദൗത്യത്തിന്റെ തുടക്കം തന്നെയാണ് എന്നുള്ള ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കൂടെ നിന്നു. റിസാലത്തിന്റെ ഏറ്റവും ക്ലിഷ്ടപൂർണമായ 10 വർഷം മുത്തുനബിയുടെ കൂടെ താങ്ങും തണലും കരുത്തുമായി നിന്ന മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ അവിടെയൊക്കെ റസൂലുള്ളാഹിന്റെ കൂടെ നിന്നു. 3 വർഷം ശൈബ് അബീ ത്വാലിബിൽ ബഹിഷ്കരിക്കപ്പെട്ടപ്പോഴും പ്രവാചകന്റെ കൂടെ നിന്നുകൊണ്ട് വർത്തക പ്രവാണിയായ ഖദീജ റളിയല്ലാഹു അൻഹ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ത്യാഗങ്ങളും അനുഭവിച്ചു. ദീനിനും റിസാലത്തിനും വേണ്ടി ത്യാഗം ചെയ്ത ഖദീജ ബിന്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, അവരുടെ ത്യാഗം നമുക്കറിയാം. അതുപോലെ അവർ മാത്രമല്ല, സ്വഹാബി വനിതകളുടെ പട്ടിക എടുത്ത് പരിശോധിച്ചു നോക്കൂ. ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത്, ആദ്യം റിസാലത്തിന് പിന്തുണ നൽകിയത് ഖദീജ എന്ന സ്ത്രീരത്നമായിരുന്നുവെങ്കിൽ
ആദ്യമായി ഇസ്ലാമിന് വേണ്ടി ജീവരക്തം നൽകി രക്തസാക്ഷിയായത് മഹദി സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. ഒരു പുരുഷനല്ല, ഒരു സ്ത്രീയാണ്. 7ാമതായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. അടിമപ്പാളയത്തിൽ വെച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. അബൂ ഹുദൈഫ എന്ന യജമാനന്റെ തിട്ടൂരത്തിന് വടങ്ങിക്കൊടുക്കാതെ ആർജവത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് പരസ്യമായി കടന്നു വന്നപ്പോൾ, കൊടിയ മർദ്ദനങ്ങൾ, തീക്ഷണമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ, ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തി കടുത്ത പീഡനങ്ങൾക്കും ചാട്ടവാടിക്കും ഇരയായിക്കൊണ്ട് ശരീരത്തിൽ മുറിവുകളുണ്ടായി. ആ മുറിവേറ്റ ശരീരത്തിലേക്ക് ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ മണൽത്തരികൾ തുളച്ചു കയറി അതികഠിനമായ വേദന അനുഭവിക്കുമ്പോഴും അവസാനം അബൂജഹൽ പഠിപ്പിച്ച ഇരുമ്പുദണ്ഡുമായി കടന്നു വന്നുകൊണ്ട് കുത്തി കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോഴും അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അബൂജഹലിന്റെ ക്രൂരമായ കുന്തം കൊണ്ടുള്ള കുത്തേറ്റുകൊണ്ട് ആ അറേബ്യയുടെ മണ്ണിൽ ആദ്യമായി ദീനിന് വേണ്ടി രക്തം ചിന്തിക്കൊണ്ട് അങ്ങ് പരലോകത്തേക്ക്, സ്വർഗത്തിലേക്ക് പാറിപ്പറന്നു പോയത് സുമയ്യ റളിയല്ലാഹു അൻഹ എന്നുള്ള സ്ത്രീരത്നമാണ്. സഹോദരിമാരെ, സഹോദരങ്ങളെ, അതുപോലെ ഹിജ്റ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചക ചരിത്രത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞതും സ്വന്തം നാട് വിട്ടുകൊണ്ട് പോവുകയാണ്. ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നതാരാണ്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് തൗർ ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും പ്രവാചക തിരുമേനിക്കും ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോയി കൊടുത്തതാരാണ്? അത് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ ആണ്. അഥവാ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠ സഹോദരിയാണ് അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഓമന മകളാണ്. ആ സ്വഹാബി വനിത അബൂജഹൽ വരികയാണ് വീട്ടിലേക്ക്. അബൂബക്കർ സിദ്ദീഖ് എവിടെ എന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ല എന്ന് പറയുന്നു. രഹസ്യം മറച്ചു വെക്കുന്നു. പ്രവാചകന്റെ പലായനത്തിന്റെ രഹസ്യം മറച്ചു വെച്ചപ്പോൾ അബൂജഹലിന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് കടുത്ത പ്രഹരമേറ്റ് അവർ നിലത്ത് വീടുകയാണ്, ഗർഭിണിയായ അസ്മാ റളിയല്ലാഹു അൻഹ. പക്ഷേ രഹസ്യം പുറത്തു വരുന്നില്ല. അങ്ങനെ പ്രവാചകൻ ആരും അറിയാതെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ജീവൻ അപകടത്തിലാണ്, പിടിക്കപ്പെടാം. പക്ഷേ അതൊന്നും പ്രശ്നമാക്കിയില്ല. എന്ന് ഇരട്ട പട്ടക്കാരി എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ച അസ്മാ ബിൻത് റളിയല്ലാഹു അൻഹ ഹിജ്റയിൽ അടയാളപ്പെടുത്തുന്ന സ്ത്രീ സാന്നിധ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച യുദ്ധമാണ് ഉഹദിന്റെ യുദ്ധം. ആ ഉഹദ് യുദ്ധത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുഭാഗത്തു നിന്നും സ്വഹാബാക്കൾ ചിതറി പോവുകയുണ്ടായി. അങ്കുലി പരിമിതരായ സ്വഹാബാക്കളാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ വേണ്ടി കൂടെ നിന്നത്. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീരത്നമുണ്ടായിരുന്നു. അവരാണ് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. ചരിത്രം നമുക്കറിയാൻ ദീർഘിപ്പിക്കുന്നില്ല. അള്ളാന്റെ റസൂല് പറയാണ്, ഞാൻ വലത് ഭാഗത്തേക്ക് നോക്കിയപ്പോഴും ഉമ്മു അമ്മാറ, ഞാൻ ഇടത് ഭാഗത്തേക്ക് നോക്കിയപ്പോഴും ഉമ്മു അമ്മാറ. ഉമ്മു അമ്മാറ കയ്യിൽ പരിചയും കയ്യിൽ വലങ്കയ്യിൽ വാളും പിടിച്ചുകൊണ്ട് എന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വെട്ടാൻ വന്ന ഇബ്നു ഖംഅയെ പ്രതിരോധിച്ച ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. അതിന്റെ പേരിൽ ശരീരത്തിൽ വലിയ മുറിവുകൾ ഏൽക്കേണ്ടി വന്നു. 13ഓളം മുറിവുകളാണ് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അത് ഒന്ന് തോളത്ത് ഏറ്റവും വലിയ ആഴത്തിലുള്ള ഒരു മുറിവായിരുന്നു. അങ്ങനെ പ്രവാചകനെ സ്വന്തം ജീവൻ മറന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ശത്രുക്കളോട് പോരടിച്ചുകൊണ്ട് ശരീരം, വസ്ത്രം രക്തത്തിൽ കുതിർന്നുകൊണ്ട് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ പരിസരം മറന്ന്, സ്വന്തം ജീവൻ മറന്ന് പോരാടിക്കൊണ്ടിരിക്കുന്ന ഉമ്മു അമ്മാറയെ നോക്കിയിട്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, മോനെ അബ്ദുള്ള, ഉമ്മു അമ്മാറയുടെ മകനപ്പുറത്തുണ്ട്, ഉമ്മയെ പോയി നോക്കടാ മോനെ എന്ന്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ കടന്നു വന്നുകൊണ്ട് പറയാണ്, വേണ്ട റസൂലേ, അങ്ങയുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്റെ നെഞ്ചുകൊണ്ട് ഞാൻ അമ്പുകളെ സ്വീകരിക്കുകയാണ്. നിങ്ങൾക്കെതിരെ, പ്രവാചകനെതിരെ വന്നുകൊണ്ടിരിക്കുന്ന വെട്ടുകളെ തടുക്കാൻ എന്റെ കൈകൾ കൊണ്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിടന്ന രക്തസാക്ഷിയായാലും അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയെ ഞാൻ സംരക്ഷിക്കുമെന്ന് ധീരമായി ഉഹദിന്റെ പോർക്കളത്തിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ച അവരുടെ ആ ത്യാഗം കണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവേ, പടച്ചവനെ, ഈ ഉമ്മു അമ്മാറയുടെ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്യണമേ, ഉമ്മു അമ്മാറയുടെ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്യണമേ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരനപ്പോൾ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അത് മാത്രം പോരാ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങയുടെ ഖുർബത്ത് ഞങ്ങൾക്ക് വേണം, അങ്ങയുടെ സാമീപ്യം നാളെ സ്വർഗത്തിൽ വേണം. അങ്ങയുടെ സാമീപ്യം ആ ഉഹദിന്റെ പോർക്കളത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതർ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജഅൽഹും റഫഖാഇ ഫിൽ ജന്ന. അല്ലാഹുവേ,
ഉമ്മു അമ്മാറയും കുടുംബത്തെയും എൻ്റെ കൂടെ നീ കൂട്ടായിട്ട് സ്വർഗത്തിൽ നീ നൽകണമേ പടച്ചവനെ എന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതർ ഉഹദിന്റെ പ്രതിസന്ധി നിറഞ്ഞ പോർക്കളത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉഹദിൽ ഏറ്റവും ത്യാഗം ചെയ്ത സ്വഹാബികളിൽപ്പെട്ട ഒരു സ്ത്രീ അടയാളപ്പെടുത്തലാണ് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. അതുപോലെ ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്ത ഒരുപാട് സ്വഹാബി വനിതകളെ നമുക്കറിയാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ അറിയാം. അവർ വൈജ്ഞാനിക രംഗത്ത് വലിയ സംഭാവനകളാണ്. ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം അവർ നൽകിയ വൈജ്ഞാനികമായ സംഭാവന ഇല്ലാതെ ഇസ്ലാമിക നിയമങ്ങൾ പൂർണ്ണമാവുക. പ്രവാചകന്റെ കുടുംബജീവിതം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നതാരാണ്? അത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ്. അതുപോലെ പ്രതിസന്ധികളിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹുദൈബിയ സന്ധി നടന്ന് മുസ്ലിമീങ്ങൾക്ക് വളരെ ഗുണകരമല്ലാത്ത കുറെ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചു. ആ സമയത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിക്കാതെ ബലിയറുത്തുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിച്ച ഘട്ടം സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ ബലിയറുക്കുക. എല്ലാവരും നിശബ്ദരായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പ്രവാചകന്റെ കൽപ്പന ജീവിതത്തിൽ ആദ്യമായിട്ട് അനുസരിക്കാതിരിക്കുന്ന സഹാബാക്കൾ. പ്രവാചകന് വല്ലാത്ത സങ്കടം വന്നു, പ്രയാസം വന്നു. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷമം പോയിട്ട് പറയുന്നത് തന്റെ പ്രിയ പത്നിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോടെയാണ്. ഉമ്മു സലമ പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് കൽപ്പിക്കുന്നതിന് പകരം അങ്ങ് ആദ്യമായിട്ട് ബലിയെറുക്കുകയും തലമുണ്ടനം ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞു ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞ ആ സ്വന്തമായിട്ട് ബലിയെറുക്കുകയും തലമുണ്ടനയും ചെയ്തപ്പോഴാണ് പിന്നീട് സ്വഹാബാക്കൾ റസൂലുള്ളാഹി ചെയ്തപ്പം കൂട്ടത്തിൽ അവരും ചെയ്യുകയുണ്ടായി. ഇങ്ങനെ ഇസ്ലാമിൻ്റെ വളർച്ചയുടെ, ഇസ്ലാമിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഏത് ഘട്ടത്തിലും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ സഹോദരിമാരുടെ, സ്ത്രീരത്നങ്ങളുടെ, ദീനിലെ ത്യാഗം ചെയ്തവരുടെ സമർപ്പണത്തിൻ്റെ പ്രതീകങ്ങളായി സഹോദരിമാരെ കാണാൻ പറ്റും. അതുപോലെ ഈ ഉമ്മത്താകുന്ന വാഹനം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ത്യാഗസന്നദ്ധതയും ഈ സമർപ്പണ ബോധവും ഈ ദീനീ ചിന്തയും ഈ വിശ്വാസ ദൃഢതയും അത് പുരുഷന്മാർക്കും ഉണ്ടാകണം, അത് സ്ത്രീകൾക്കും ഉണ്ടാകണം. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് മുന്നോട്ട് പോകണം. ആ വിമൺ എംപവർമെന്റിന്റെ, സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാകണം മസ്ജിദുകൾ, ഏറ്റവും വലിയ കേന്ദ്രമാകണം മഹല്ലത്തുകൾ. അവിടെ നിന്നായിരിക്കണം വൈജ്ഞാനികവും സാംസ്കാരികവും ആയിട്ടുള്ള ശാക്തീകരണവും മറ്റു തരത്തിലുള്ള എല്ലാ ശാക്തീകരണവും സ്ത്രീകളുടേതും പുരുഷന്മാരുടേതും അതിൻ്റെ കേന്ദ്രമായി മഹല്ലുകൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലേക്ക് നമ്മുടെ മഹല്ലുകളെ മാറ്റി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وصحبه أجمعين أما بعد إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എൻ്റെ സ്വന്തത്തോടും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടും അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ സഹോദരിമാരും അഥവാ ഇസ്ലാമിക വനിതകൾ ദീനിനു വേണ്ടി സമർപ്പിച്ച സംഭാവനകളും മുഅ്മിനീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളേണ്ടതിൻ്റെ മഹത്വമാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന വനിതകൾ, അത് റാബിഅത്തുൽ അദവിയെ ആവട്ടെ, സൈനബുൽ ഗസാലിയെ ആവട്ടെ, അതുപോലെയുള്ള ഒരുപാട് സ്ത്രീരത്നങ്ങൾ, മഹിളാരത്നങ്ങൾ, ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നമ്മൾ ഓർക്കുന്നവർ, അവരൊന്നും പാചകകലയുടെ വൈദഗ്ധ്യം കൊണ്ടല്ല സമൂഹത്തിൽ പ്രശസ്തരായിട്ടുള്ളത്. അവരവരുടെ ആകാര സൗഷ്ഠവവും അംഗലാവണ്യവും പ്രദർശിപ്പിക്കുന്ന സൗന്ദര്യ മത്സരങ്ങളിലൂടെ പ്രശസ്തരായവരല്ല. അവരുടെ ആത്മീയ പ്രഭാവം കൊണ്ടും ത്യാഗസന്നദ്ധത കൊണ്ടും സമർപ്പണബോധം കൊണ്ടുമാണ് അവരൊക്കെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത്
നമ്മുടെ കേരളത്തിലും അത്തരം ഉമ്മമാരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, അത്തരം മാതാക്കളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിലൊരു പ്രധാനിയാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പത്നിയായ മാളു ഹജ്ജുമ്മ. ബ്രിട്ടീഷ് സാമ്രാജ്യം നമുക്കറിയാം, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളെ മലബാറിൻ്റെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടിയ ധീരനായ പോരാളി വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി. അവരുടെ പ്രിയപത്നി അവരോടൊപ്പം നിന്നുകൊണ്ട് വാരിയംകുന്നൻ്റെ കൂടെ നിന്നുകൊണ്ട് വേഷപ്രച്ഛന്നയായി ബ്രിട്ടീഷുകാരോട് മുഖാമുഖം പോരാടിയ ധീരവനിതയാണ് മാളു ഹജ്ജുമ്മ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ചിന്തകളുള്ള ഒരു ഉമ്മയായിരുന്നു. പോരാട്ട രംഗത്ത് അവർ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാർ തന്നെ പറഞ്ഞത് രാജ്ഞി എന്നാണ്. വിമർശകരായ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചത് അവരെ രാജ്ഞി എന്നാണ്. മുഖം മറച്ചുകൊണ്ടാണ്, ആളെ അറിയുമെന്ന് വിചാരിച്ചിട്ട് മുഖം മറച്ചുകൊണ്ട് സ്ത്രീയാണെന്ന് അറിയാതിരിക്കാൻ ബ്രിട്ടീഷുകാരോട് തൻ്റെ പ്രിയതമൻ്റെ കൂടെ നിന്നുകൊണ്ട് പോരാടിയ ധീരവനിതയാണ് മാളു ഹജ്ജുമ്മ. ഒന്നുകൂടി അറിയണം നമ്മൾ, അവർ പോരാട്ട രംഗത്ത് മാത്രമായിരുന്നില്ല. പോരാടുന്ന ഘട്ടങ്ങളിൽ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആണുങ്ങൾ രക്തസാക്ഷിയായിട്ട് വീഴും, പക്ഷെ നമ്മൾ പതറിപ്പോവരുത്. നമ്മുടെ വാപ്പയായിരിക്കാം, മക്കളായിരിക്കാം, ഭർത്താക്കന്മാരായിരിക്കാം, പക്ഷേ ചഞ്ചല ചിത്തരാവരുത് നമ്മൾ. അവരുടെ മയ്യത്തുകൾ മറമാടേണ്ടത് നമ്മളായിരിക്കണം. പുരുഷന്മാർ പോരാട്ട ഭൂമിയിലായിരിക്കും, നമ്മൾ സ്ത്രീകളാണ് ആ ദൗത്യം നിർവഹിക്കേണ്ടതെന്ന് പറഞ്ഞ് തങ്ങളുടെ സാമൂഹികമായ ഉത്തരവാദിത്തം അവർ നിർവഹിച്ചു എന്ന് മാത്രമല്ല, അവർ കരുവാരക്കുണ്ട്, മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പള്ളിക്ക് വേണ്ടി ജീവിതകാലത്ത് 5 ഏക്കർ ഭൂമിയാണ് സംഭാവന ചെയ്തത്. മറ്റൊരു പള്ളിക്ക് വേണ്ടി 8 ഏക്കർ ഭൂമി. സമ്പത്ത് കൊണ്ടും അവർ ജിഹാദ് ചെയ്യുകയായിരുന്നു, ശരീരം കൊണ്ട് മാത്രമല്ല. അവർ നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും അറബി സംസാരിക്കുന്നവരുമായിരുന്നു. അവർ മഞ്ചേരി തഹസിൽദാർ ഓഫീസിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്തവർ കൂടിയായിരുന്നു. മാത്രമല്ല, കരുവാരക്കുണ്ട് പള്ളിയിൽ അവിടുത്തെ പള്ളി കമ്മിറ്റിയുടെ മെമ്പറായിരുന്നു. അവിടെ പള്ളി കമ്മിറ്റി കൂടുന്ന സമയത്ത് മറ്റൊരു റൂമിലിരുന്നു കൊണ്ട് ജനവാതിൽ തുറന്നു വെച്ചുകൊണ്ട് പള്ളി കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു മാളു ഹജ്ജുമ്മ. അങ്ങനെ അവസാനം അവർ ഈ ലോകത്തോട് വിട പറയുമ്പം എഴുതി വെച്ചത്, മക്കളില്ലാത്ത അവർ എഴുതി വെച്ചത്, എൻ്റെ സമ്പത്ത് മുഴുവനും പള്ളിക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഏക്കർ കണക്കിന് ഭൂമിയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാളു ഹജ്ജുമ്മ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പോരാട്ട മാതാവ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചത് നമ്മൾ അറിയണം. ജീവൻ കൊണ്ടും ജീവിതം കൊണ്ടും പോരാടിയവർ സമ്പത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നതിൻ്റെ നേർചിത്രമാണ് കേരളീയരായ നമുക്ക് 1960-കൾക്ക് ശേഷം ഈ ലോകത്തോട് വിട പറഞ്ഞ നാടൻ മലപ്പുറത്തുകാരിയായ മാളു ഹജ്ജുമ്മ ഈ ഉമ്മത്തിൻ്റെ മുന്നിൽ വരച്ചു തരുന്ന മാതൃകാപരമായ ചിത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ പള്ളിയും മസ്ജിദും മദ്രസകളും ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല, അത് പെണ്ണുങ്ങൾക്ക് കൂടിയുള്ളവരാണ്. അതിനുവേണ്ടി ജീവനും സമ്പത്തും നൽകേണ്ടത് സഹോദരിമാർ കൂടിയാണ്. അങ്ങനെ ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റമാണ് ഈ ഉമ്മത്തിൻ്റെ ശാക്തീകരണത്തിന് സഹായകമാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്, പടച്ചവൻ്റെ കരുണ കൊണ്ട് ഈ മസ്ജിദിനൊരു വിപുലീകരണമുണ്ടായി. നമ്മുടെ സഹോദരിമാർ ഇന്ന് അപ്പുറത്തുള്ള ഈ മസ്ജിദിൻ്റെ മറുഭാഗത്തിരിക്കുകയാണ്. അത് നിർമ്മിച്ചു തന്നത് ഒരു സഹോദരനാണ്, നമ്മുടെ ഈ മഹല്ലിലുള്ള ഒരു സഹോദരൻ. അതിൻ്റെ മുഴുവൻ ചെലവും വഹിച്ചത്, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചത്. അത് വലിയൊരു ദൗത്യമാണ്, വലിയൊരു ഉത്തരവാദിത്തമാണ്, വലിയൊരു ജിഹാദാണ്, വലിയൊരു പുണ്യകർമ്മമാണ്, വലിയൊരു ജാരിയായ സദഖയാണ്. അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് നിർമ്മിച്ചാൽ സ്വർഗത്തിൽ അവൻ ഒരു പള്ളി, ഒരു വീടുണ്ടാക്കി കൊടുക്കും, മനോഹരമായ ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഭവനം തയ്യാറാക്കി വെച്ചു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ സദഖ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ സുജൂദിൽ വീടുമ്പോൾ, ഇവിടെ തക്ബീറും തഹ്മീദും തഹ്ലീലും മുടങ്ങുമ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലം അദ്ദേഹത്തിന് അള്ളാഹു നൽകുന്നതാണ്. അതിനുവേണ്ടി ശാരീരികമായും മാനസികമായും പ്രാർത്ഥന കൊണ്ടും മനസാ വാച കർമ്മണ സാമ്പത്തികമായും എല്ലാം സഹായിച്ച എല്ലാവർക്കും കിട്ടുന്നതാണ്. അവിടെ ഒരു സുജൂദിൽ വീടുമ്പം ഇനി ഇപ്പോഴും മാത്രമല്ല, മരിച്ചുപോയി ഖബറിൽ കിടക്കുമ്പോഴും ആധാറുകളായി ഇതിന്റെ പ്രതിഫലം ഖബറിലേക്ക് ഒഴുകി വരുന്നതാണ്. അത് ഇതൊരു മൂലധനം മാത്രമാണ്. ഇതിന്റെ ലാഭവിഹിതം ഖിയാമത്ത് നാൾ വരെ വന്നുകൊണ്ടിരിക്കും.
അത് വലിയൊരു നേട്ടമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും റബ്ബിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ അദ്ദേഹത്തിനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഈ സദഖയിലൂടെ, ഈ ജാരിയായ സദഖയിലൂടെ എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും നമ്മളെയും എല്ലാവരെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ബിസിനസ്സിലും കുടുംബത്തിലും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്ന് അല്ലാഹു അവർക്കും നമുക്കും ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പല സഹോദരന്മാരും നമ്മുടെ എല്ലാം ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും അല്ലാഹു ദൂരീകരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിലും മറ്റു രാജ്യത്തിന്റെ ലോകത്തിന്റെ പല ഇടങ്ങളിലും ബുദ്ധിമുട്ടുകളും കട്ടപ്പാടും സഹിക്കുന്ന സഹോദരന്മാർക്ക് അല്ലാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم شتت شملهم وفرق جمعهم وزلزل أقدامهم يا رب العالمين. اللهم انصر جيوش المسلمين. اللهم انصر جيوش المسلمين في فلسطين. اللهم انصر المسلمين في كل بلاد. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقم الصلاة.